ഗൈസ്, ഞാൻ വന്നിരിക്കുന്നതേ ഒരു ചെറിയ ക്ലീനിങ് വേണ്ടിയിട്ട. അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേരെ ഇവിടെ നിൽക്കുക ഗൈസ്. ഇത് എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു അടിപൊളി വൈബാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പൊസിഷനിലോട്ട് വന്നു നിൽക്കുന്നത്. ഈ വർഷത്തിൽ ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും ഓരോ ശബ്ദങ്ങൾ എടുക്കുക. ഞാനെടുത്ത ഒരു 3 ശബ്ദങ്ങൾ ശബ്ദങ്ങൾ ഞാൻ കാണിച്ചു തരാം. 3-4 എണ്ണം ഉണ്ട്. എവിടെയാണ് 3-4 ശബ്ദങ്ങളൊക്കെയാണ് ഇത്. ഇനി മുതൽ ഞാൻ പ്ലാനർ യൂസ് ചെയ്യും. പ്ലാനറിൻ്റെ ആ വീഡിയോ ഞാൻ ഇടാട്ടോ. ഇനി മുതൽ ഞാൻ ജേർണൽ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു 3-4 പുസ്തകങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ ഇനി മുതൽ നല്ലൊരു പ്ലാനർ യൂസ് ചെയ്യും, നന്നായിട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെ ഓരോ ശബ്ദങ്ങൾ എടുക്കണം കേട്ടോ. ഞാൻ ഇനി മുതൽ ടു ഡു ലിസ്റ്റ് എഴുതും. ഞാൻ ഇനി മുതൽ കലണ്ടർ ഡെയിലി നോക്കും. അപ്പം എൻ്റെ പ്ലാനർ ഒന്ന് കണ്ടിട്ടോ. പ്ലാനറിനെ ഫസ്റ്റ് തന്നെ കാണുന്നത് പ്ലാനറിന് എഴുതിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ജൂലൈയിലെ പ്ലാനറാണ്. ജൂലൈയിലെ പ്ലാനറിൽ ഒരു ചെറിയ കലണ്ടർ ഉണ്ട്, ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, പിന്നെ എഴുതാനുള്ള കുറച്ച് കുഞ്ഞു ഐറ്റംസ് ഉണ്ട്. അതുപോലെ ജൂലൈയിൽ കലണ്ടർ ഉണ്ട്, ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, പിന്നെ എഴുതാനുള്ള കുഞ്ഞു ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ആഗസ്റ്റ് ഒരു കുഞ്ഞു ഒരു തീമാക്കാന്ന് വിചാരിച്ചു, കവായി തീം. പക്ഷെ ഇത് വലിയ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീമായി മാറും. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവസാനത്തെ ആ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സെപ്റ്റംബറത്തെയാണ്. സെപ്റ്റംബറത്തെ കളറൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഇതൊക്കെ ചെയ്യണം. ഇത് മൂഡ് ട്രാക്കറാണ്. അപ്പോൾ ഇതിൽ കളറൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും അടിപൊളി ചെയ്തു. അവസാനത്തെ ഞെട്ടിച്ച് ഇതിനൊന്നും കളർ ചെയ്തിട്ടില്ല കേട്ടോ. ആഗസ്റ്റിലെ ഒരു ശരിക്കുള്ളൊരു കവായി തീമിലോട്ട് തന്നെ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തു. ആഗസ്റ്റിലല്ല കേട്ടോ, നവംബറിൽ. ഇതാണ് നവംബറിൽ. കണ്ടോ, ആ ഒരു കവായി തീമിലോട്ട് നമ്മൾ ശരിക്കും എനിക്ക് പോയൊരു ഫീല് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഡിസംബറിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു പേപ്പർ ഗ്രിഡിൻ്റെ പ്ലാനറാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ സർപ്രൈസ് ഒക്കെ വരും. അപ്പോൾ ഇനി മുതൽ എല്ലാം ഞാൻ ഇട്ട് കാണിക്കും കേട്ടോ. ഇതെൻ്റെ ജേണല്, ഇതെൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ എനിക്കിനി മുതൽ ജേണൽ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം. ഈ വർഷം ഞാൻ ഇങ്ങനെ തന്നെ പോകും.